സാർ നമസ്കാരം. നമസ്കാരം. തൊഴിലാളി വർഗ പാർട്ടിയുടെ അധസ്ഥിതൻ്റെ അടിയാളവർഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി രൂപം കൊണ്ടു എന്ന് പറയപ്പെടുന്ന സി പി എം ഇപ്പോൾ ഒരു തൊഴിലാളിയുടെ തന്നെ ജീവിതമാർഗം മുട്ടിച്ചിരിക്കുന്നു. പറഞ്ഞു വരുന്നത്, ഇക്കഴിഞ്ഞ മെയ് 27 പിണറായി വിജയൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകൾ CMRൽ നിന്നും 2,78,00,000 രൂപ കൈപ്പറ്റി എന്നുള്ള കേസിൽ ഒരു റൈഡ് നടത്തുകയുണ്ടായി. അപ്പോൾ EDയുടെ ഈ റൈഡ് കഴിഞ്ഞ് ED പുറത്തു വരുന്ന സമയത്ത് അവിടെ തടിച്ചുകൂടിയ CPMൻ്റെ മുൻ മന്ത്രിമാരും MLAമാരും പ്രാദേശിക നേതാക്കന്മാരുമെല്ലാം ED സഞ്ചരിച്ചിരുന്ന കാറ് തല്ലിപ്പൊളിച്ചു. 3 കാറിലായിട്ടാണ് ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്നത്. അതിൽ മുൻപിൽ വന്ന കാറ് ശ്രീകാര്യം സ്വദേശിയായ ശ്യാംരാജിൻ്റേതായിരുന്നു. ശ്യാംരാജ് അവിടുത്തെ ടാക്സി ഡ്രൈവറാണ്. തിരുവനന്തപുരം ആ മേഖലയിലെ ശ്രീകാര്യം മേഖലയിലെ CITUവിൻ്റെ ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയാണ്. CPMകാർ ഈ കാർ ആക്രമിക്കുന്ന കൂട്ടത്തിൽ ശ്യാംരാജിൻ്റെ കാറായിരുന്നു ഏറ്റവും മുൻപിലുണ്ടായിരുന്നത്. ഈ കാർ അവർ അടിച്ചു തകർത്തു. ഇഷ്ടിക വെച്ചും കമ്പിവടി വെച്ചും എല്ലാം കാറ് അടിച്ചു തകർക്കുമ്പോൾ അതിൻ്റെ ചില്ല് തെറിച്ച് കയറി ശ്യാംരാജിൻ്റെ കണ്ണിന് പരിക്ക് പറ്റി. ഇത് പിന്നീട് വലിയ വിവാദമായതോടുകൂടി അന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ അധിക ചുമതലയുണ്ടായിരുന്ന MP A റഹീം ഒരു പ്രസ്താവന നടത്തിയുണ്ടായി. ഈ നശിപ്പിക്കപ്പെട്ട തല്ലിപ്പൊളിക്കപ്പെട്ട കാറിൻ്റെ അത് വീണ്ടും പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി അതിൻ്റെ എത്രത്തോളം വലിയ വർക്കുകൾ ചെയ്യേണ്ടി വന്നാലും വർക്ക്ഷോപ്പിൽ എത്ര രൂപ ചിലവായാലും ഞങ്ങൾ അത് ചെയ്തു കൊടുക്കും, പാർട്ടി ചെയ്തു കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ആ കാറിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നു. 1,87,000 രൂപയാണ് അതിൻ്റെ പണിക്കൂലി വന്നിരിക്കുന്നത്. അത്രത്തോളം നശിപ്പിക്കപ്പെട്ടിരുന്നു ആ കാറ്. എന്നാൽ ഈ ശ്യാംരാജ് എന്ന് പറയുന്ന CITUവിൻ്റെ ഡ്രൈവർ യൂണിയൻ അതിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ CPM നേതാക്കന്മാരുടെ പുറകെ തേരാപാര കയറി ഇറങ്ങി നടന്നിട്ടും ഈ പണം കൊടുക്കുന്നില്ല. അദ്ദേഹത്തിന് ആ കാറ് നന്നാക്കി എടുത്ത് വർക്ക്ഷോപ്പിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ. പകരം അദ്ദേഹത്തിൻ്റെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി ഇപ്പോൾ പെയിൻറ്റിങ് പണിക്ക് വേണ്ടി പോകുന്നു. ഒരു കള്ളനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു തൊഴിലാളിയെ വെള്ളത്തിലാക്കിയ ഒരു പ്രസ്ഥാനം എന്ന് വേണമെന്നുണ്ടെങ്കിൽ ആലങ്കാരികമായി പറയാം. ഇതാണ് ഈ നാട്ടിലെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ മന്ത്രിമാരും അല്ല എന്നുണ്ടെങ്കിൽ MLAമാരും ജനപ്രതിനിധികളുമെല്ലാം സമൂഹത്തിന് നൽകുന്ന ഒരു പാഠം. ഇവിടെ എന്തിനു വേണ്ടിയാണ് ഇവർ സമരം ചെയ്തത്? എന്തിനു വേണ്ടിയാണ് EDയുടെ കാർ തല്ലിപ്പൊളിച്ചത്? വീണ വിജയൻ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്, അവർ CPMൽ അംഗമല്ല. പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ പിണറായി വിജയനോട് ED ചോദിച്ചില്ല, ഒരു ചോദ്യം ചോദിച്ചില്ല എന്ന് പിണറായി വിജയൻ പറയുന്നു. അങ്ങനെയെങ്കിൽ ആർക്ക് വേണ്ടിയാണ് CPM ഈ കാറ് തല്ലിപ്പൊളിച്ചത്? ഈ കാറ് ഇതിൻ്റെ സമ്പൂർണ്ണ ചെലവും ഏറ്റെടുത്ത് ഇത് ശരിയാക്കി കൊടുക്കാനുള്ള ഇയാൾക്ക് വർക്ക്ഷോപ്പിൽ പണം മുഴുവൻ കൊടുത്ത് കാറ് ഈ ഡ്രൈവർക്ക് സ്വന്തമായി കൊടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തം CPM കാണിക്കണ്ടേ? ഏതെങ്കിലും കാലത്ത് CPM എന്നെങ്കിലും സമൂഹത്തോട് പ്രതിബദ്ധത കാട്ടിയിട്ടുണ്ടോ? ഇതാണോ ഇവരുടെ സാമൂഹ്യ നീതി? എന്താണ് സാർ? CPM എന്ന പ്രസ്ഥാനത്തെ വളരെ അടുത്ത് നിന്ന് നോക്കിക്കാണുകയും, എനിക്ക് തോന്നുന്നു സാറിൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്തൊക്കെ ഇടതുപക്ഷ മനസ്സുള്ളൊരു ആളായിരുന്നു എന്ന് തോന്നുന്നു. ഈ നിലപാടുകളിൽ നിന്ന് ഉറച്ചു നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇപ്പോഴത്തെ CPMൻ്റെ അവസ്ഥയെ സാർ വിലയിരുത്തുന്നത്? മുമ്പൊക്കെ നമ്മൾ SFI പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ ഒരു അഭിമാനമായിരുന്നു. കാരണം അവർ സമരം നടത്തുന്ന തീരുമാനങ്ങൾ ഒരു ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പം അതല്ല, പിണറായി വിജയൻ്റെ ആസനം താങ്ങാനും പിണറായി വിജയൻ്റെ കാല് നക്കാനും അത് കഴുകി കൊടുക്കാനും വേണ്ടിയിട്ടാണ് CPMൻ്റെയും അതേപോലെ SFIയുടെയും നേതാക്കളൊക്കെ പ്രവർത്തിക്കുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന, അല്ലെങ്കിൽ മുമ്പത്തെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആൾ കേരളത്തിൽ CPMനെയും പോഷക സംഘടനകളെയും ആ രൂപത്തിലാണ് മോൾഡ് ചെയ്തെടുത്തുള്ളത്. ഞാനാണ് ഇവിടുത്തെ പാർട്ടി, ഞാനാണ് ഭരണം, ഞാനാണ് ഈ കംപ്ലീറ്റ് ഭരണത്തിന് ഉത്തരവാദിത്വം, വേറെ ആർക്കുമല്ല, രണ്ടാമതൊരാളില്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹം പാർട്ടിയിലെ ആളുകളെ വളർത്തിയെടുത്തത്. അപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ മകളെ, പിണറായി വിജയൻ്റെ മകളെ വീണ വിജയനെ ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെൻറ്റ് എത്തിയപ്പോൾ, അല്ലെങ്കിൽ റെയ്ഡ് ചെയ്യാൻ എൻഫോഴ്സ്മെൻറ്റ് എത്തിയപ്പോൾ അത് തടയാനായിട്ട് ഗുണ്ടകളെ ഇറക്കിയ പിണറായി വിജയൻ അവിടെ പിന്നീട് കാട്ടിക്കൂട്ടിയത് CITUക്കാരനായ ശ്യാംരാജിൻ്റെ കാറിന് ആക്രമിക്കുക. ഇതിലായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് യാത്ര ചെയ്തിരുന്നത്, എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർ യാത്ര ചെയ്തിരുന്നത്. അദ്ദേഹം ആര് പൈസയ്ക്ക് കൊടുത്താലും അദ്ദേഹം ആളെ കയറ്റും, യാത്ര ചെയ്യും, അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അന്ന് അടിച്ചു പൊളിച്ച ശേഷം റഹീം പറഞ്ഞത്, ഞങ്ങളിതിനുള്ള പരിഹാരം ചെയ്യും, ഒരു പ്രശ്നവുമില്ല, അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കാർ അടിച്ച് പൊളിച്ചതിൻ്റെ പേരിൽ 1,87,000 രൂപ അടയ്ക്കേണ്ട അവസ്ഥ വന്നപ്പോൾ
ഈ CPM നേതാക്കന്മാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ CPM നേതാക്കന്മാരൊക്കെ മാളത്തിൽ ഒളിച്ചു. അന്ന് ഗുണ്ടായിസം കാണിച്ച ആൾക്കാർക്ക് ഓരോരുത്തരെ തിരഞ്ഞെടുക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആ പാവം ശ്യാംരാജ് പെയിൻറ്റിങ്ങിന് പണിക്ക് പോകേണ്ടി വന്നു എന്ന് പറയുന്ന ഒരു ഗതികേട് ആലോചിച്ച് നോക്കൂ. ഇത് തന്നെയാണ് ഈ നേതാക്കന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അണികളുടെ ഇന്നത്തെ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആരും ഉണ്ടാവില്ല അവസാനം, നേതാക്കന്മാർ രക്ഷപ്പെടും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അന്ന് ഈ കാറ് തല്ലിപ്പൊളിക്കാനുള്ള ബഹളങ്ങളിലെല്ലാം പങ്കെടുത്ത് ഉപരോധം തീർത്ത് ഒരു 25 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരാൾ PP-യുടെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അനുചിതമായ നടപടി മൂലം അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ഒന്നാം പ്രതി എന്ന് പറയുന്ന പാളയം സന്തോഷ് അദ്ദേഹം ഗൾഫിലേക്ക് കടന്നിട്ട് ഇതുവരെയും പിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ സമരത്തിന് വേണ്ടി, ആവശ്യമില്ലാത്തൊരു സമരത്തിന് വേണ്ടി അവിടെ പ്രതിരോധിച്ച ആളുകളിൽ 24 പേരും ഇപ്പോൾ ജയിലിൽ തന്നെ. കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ പോലീസ് കേസ് എടുത്തിരിക്കുന്നു. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ CPM എന്ത് തരത്തിലുള്ള ഒരു ധാർമ്മികതയാണ് അവകാശപ്പെടാനുള്ളത്? നോക്കൂ, ഈ ശ്യാംരാജ് എന്ന് പറഞ്ഞ ആളുടെ കണ്ണിന് പരിക്ക് പറ്റിയിരിക്കുന്നു. ആ കണ്ണിനെ ചികിത്സിച്ചുകൊണ്ട്, സ്വന്തം കയ്യിലെ പണം എടുത്തുകൊണ്ട് ചികിത്സിച്ചുകൊണ്ടാണ് അദ്ദേഹം കുടുംബം പോറ്റുന്നതിന് വേണ്ടി മറ്റൊരു തൊഴിലിന് പോകുന്നത്. മാന്യമായൊരു തൊഴിൽ, എല്ലാ തൊഴിലിനും മാന്യതയുണ്ട്. എന്നാൽ അദ്ദേഹം ഇത്തരം ഒരു സ്വന്തമായൊരു കാറ് വാങ്ങി അതിൻ്റെ പണിയുമായി മുന്നോട്ട് പോകുമ്പോൾ ആ പണി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ED ഉദ്യോഗസ്ഥർ യാത്ര ചെയ്തിരുന്നൊരു കാറ്, ശ്യാംരാജിൻ്റെ കാറിൽ 3 സ്ത്രീ ജീവനക്കാരടക്കം 5 പേരാണ് ഉണ്ടായിരുന്നത്. ആ കാറ് ആണ് തല്ലിപ്പൊളിച്ചിരിക്കുന്നത്. ED സഞ്ചരിക്കുന്ന സമയത്ത് ED ഉദ്യോഗസ്ഥരുടെ വാഹനമായിട്ട് മാത്രമേ അത് നിയമത്തിൽ വ്യാഖ്യാനിക്കപ്പെടൂ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ED ഉദ്യോഗസ്ഥരുടെ കൃത്യ നിർവഹണത്തിൽ തടസ്സപ്പെടുത്തി എന്നൊരു കേസ് കൂടി ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കർത്തയുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിണറായി വിജയനും മകളും വാങ്ങി എന്ന് പറയുമ്പോൾ തീർത്തും അനധികൃതമായൊരു നടപടിയാണ് നടന്നിരിക്കുന്നത്. അത്തരം കള്ളപ്പണ ഇടപാടുകൾ നടത്തിയ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു തൊഴിലാളിയുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ പിണറായി വിജയനോ വീണ വിജയനോ അവരുടെ അക്കൗണ്ടിൽ നിന്നും ഈ പണം കൊടുക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വന്തമായി കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടല്ലോ, അവർ കൊടുക്കേണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും ആസ്തികളിൽ നിന്ന് കൊടുക്കേണ്ടതാണ്. ഇതിനകം കൊടുത്തു തീർക്കേണ്ടതായിരുന്നു. കാരണം ഇത് വലിയൊരു ഇഷ്യൂ ആയതാണ്. ലോകം മുഴുവൻ ജനങ്ങൾ അറിഞ്ഞിട്ടുള്ളതാണ്. പിണറായി വിജയനും മകളും കൂടെ കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തി പണമുണ്ടാക്കി. അതിനുശേഷം എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് വന്നപ്പോൾ പാവപ്പെട്ട തൊഴിലാളികളെ ഇറക്കി, ഗുണ്ടകളെ ഇറക്കി പിണറായി വിജയൻ CPM പ്രവർത്തകരെ കൊണ്ട് ഗുണ്ടാ പ്രവർത്തനം നടത്തി. അതിൻ്റെ ഇരയായിട്ടുള്ള ഈ പറയുന്ന കാർ ഡ്രൈവർക്ക് നഷ്ടം കൊടുക്കേണ്ടതും പിണറായി വിജയൻ തന്നെയാണ്. എന്നാൽ പിണറായി വിജയൻ അങ്ങോട്ട് കൊടുത്തുള്ള ശീലമില്ല, ഇങ്ങോട്ട് നക്കിയിട്ടുള്ള ശീലമേ ഉള്ളൂ. അതായത് കിട്ടാവുന്നതെല്ലാം അടിച്ചെടുക്കുക, അങ്ങോട്ടൊന്നും കൊടുക്കില്ല. അതാണ് പിണറായി സ്റ്റൈൽ. അതാണ് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ നടക്കുന്നത്. ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ കണ്ണിൽ കരടിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി നശിപ്പിച്ച്, അദ്ദേഹത്തിൻ്റെ കാറ് നശിപ്പിച്ച്, അവസാനം അത് കൃത്യമായി കൊടുക്കാനുള്ള ഒരു മര്യാദ പോലും കാണിക്കാതെ പൈസ കിട്ടിയതെല്ലാം, കോടാനുകോടി രൂപ തട്ടിയെടുത്തതെല്ലാം വിദേശത്തെത്തിച്ച് അത് സുരക്ഷിതമാക്കി മക്കളെ കൃത്യമായി സംരക്ഷിക്കുന്ന മാത്രമാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ള സേവന പ്രവർത്തനം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം കൊണ്ട്. അത് കോടിക്കണക്കിന് രൂപ, ഏകദേശം ഒരു 10,000 കോടി രൂപയുടെ കൃത്യമായിട്ടുള്ള രേഖകൾ എൻ്റെ കൈവശമുണ്ടായിരുന്നതാണ്. ഇതേപോലെ 1,00,000 കോടിയോളം രൂപ ഇതേപോലെ പിണറായി വിജയൻ കരിമണൽ കർത്തയുടെ അടക്കമുള്ള ആളുകളോട് വാങ്ങിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഉണ്ടായിട്ടും നായ കടലിൽ പോയാൽ നക്കിയെ കുടിക്കൂ എന്ന് പറയുന്ന പോലെ പിണറായി വിജയൻ ഇവിടെയും ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ പ്രശ്നം വന്നപ്പോൾ അത് പരിഹരിക്കാൻ നടക്കാതെ തനിക്ക് കിട്ടിയതെല്ലാം അമുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. കിട്ടാതെ നക്കിയെടുക്കുക, അങ്ങോട്ടൊന്നുമില്ല. പാവപ്പെട്ട തൊഴിലാളികൾ സമരം നടത്തുന്നത് എന്തിനാണ്? അവരെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ പിണറായി വിജയൻ അവിടെ ഉണ്ടെങ്കിലോ അവകാശങ്ങളൊന്നുമില്ല, മുതലാളീൻ്റെ കൂടെയാണ് എന്നുള്ള ധാരാളം അനുഭവങ്ങളുണ്ട്. ആ കിട്ടിക്കഴിഞ്ഞാൽ പിണറായി വിജയന് സമരമില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല അവിടെ. അങ്ങനെയുള്ള സിന്തേറ്റിലടക്കം അങ്ങനെ സമരങ്ങൾ പിരിച്ചുവിട്ടുള്ള ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. സിന്തേറ്റ് മുതലാളി തിരുവനന്തപുരത്ത് എത്തി കോടിക്കണക്കിന് രൂപ കൈമാറിയപ്പോൾ വർഷങ്ങളായി നടന്ന സമരം ഒരൊറ്റ ദിവസം കൊണ്ടാണ് തീർന്നത്. അപ്പം ഇതേപോലെയാണ് ഇവിടെ പാവപ്പെട്ട തൊഴിലാളികൾ കുറേ ആളെ ഗുണ്ടകളെ ഉപയോഗിച്ച് പിണറായി വിജയൻ ഗുണ്ടായിസം കാണിക്കുന്നു. ആരുടെ മേൽ? ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ മേലാണ് കാണിച്ചിട്ടുള്ളത്. ഒരു സാമാന്യ മര്യാദ വെച്ചിട്ട് അദ്ദേഹം വിളിച്ചു വരുത്തി 1,70,75,000 രൂപയുള്ളൂ. 1,87,000 രൂപ, 2 ലക്ഷം പിടിച്ചോ, കഴിഞ്ഞത് പോട്ടെ എന്ന് പുറത്ത് തട്ടാനുള്ള ഒരു സാമാന്യം മര്യാദ പോലും ഇല്ലാത്ത ഒരു ഭീകരനാണ് പിണറായി വിജയൻ എന്ന് ഒരിക്കൽ കൂടി
തെളിയിക്കുകയാണ്. അദ്ദേഹം പാർട്ടി പ്രവർത്തകരോ ഒന്നും അദ്ദേഹത്തിൻ്റെ കണ്ണിലില്ല. സത്യം, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളും മകനും ഭാര്യയും മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആപ്പാടുള്ള അദ്ദേഹം നോക്കുന്നത്. ബാക്കി എല്ലാവരും അടിമകളെ പോലെ പണിയെടുത്തോളാം, അദ്ദേഹം പറയുന്നത് കേട്ടനുസരിച്ചോളാം. എന്നിട്ടോ കഷ്ടപ്പാട് വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ കൈ കഴുകി മുങ്ങും. ഇവിടെ അതേപോലെ തന്നെയാണ് സംഭവം നടന്നിട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും കോടികൾ അദ്ദേഹം വാർത്തയിൽ നിന്ന് വാങ്ങിയിട്ട് ഈ 1,87,000 രൂപ ഇവർ 2 ലക്ഷം രൂപ കൊടുത്ത് സാരമില്ല തെറ്റുപറ്റിപ്പോയി എന്ന് പറയാൻ മടിക്കുന്നത്? സാറേ, ഇത് തന്നെ ഇവർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, തിരുവനന്തപുരത്ത് പാവപ്പെട്ട KSRTC ഡ്രൈവർ യദു, ആ യദുവിൻ്റെ കാറ് തടഞ്ഞു. അതായത് അന്ന് മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും അദ്ദേഹത്തിൻ്റെ ഭർത്താവായ സത്യൻദേവ് MLAക്കും കടന്നു പോകുന്നതിന് വേണ്ടി വീതിയില്ലാത്ത റോഡിൽ അവർക്ക് സൈഡ് കൊടുത്തില്ല KSRTC ഡ്രൈവറായ യദു. അതിൻ്റെ പേരിൽ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പരിസരത്ത് ഈ MLAയും മേയറും കൂടി അനധികൃതമായി എല്ലാവിധ ട്രാഫിക് നിർദ്ദേശങ്ങളും നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് KSRTC ബസ്സിന് കുറുകെ ഇവരുടെ കാറ് കൊണ്ടുവന്നിട്ട് ആ ഡ്രൈവറെ പുലഭ്യം പറയുന്നു, ബസ്സിലേക്ക് വലിഞ്ഞു കയറുന്നു, അവിടെ യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി ഇറക്കി വിടുന്നു. അത്രത്തോളം നിയമരാഹിത്യം നടത്തിയിട്ടും കേരളം മുഴുവൻ തത്സമയം ദൃശ്യങ്ങളിലൂടെ കണ്ടിട്ടും പാവപ്പെട്ട യദുവിന് പിന്നീട് KSRTCയിൽ താൽക്കാലിക ജീവനക്കാരനായിരുന്ന അയാൾക്ക് ജോലി നഷ്ടപ്പെടുന്നു. അയാൾ പിന്നീട് സിഗ്വി പോലുള്ള ഫുഡ് സർവീസ് സെൻ്ററിലേക്കാണ് അയാൾ ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നിയമസഭയിലേക്ക് സഭാംഗങ്ങളെ കൊണ്ടുവരുന്ന ബസ്സിലെ ഡ്രൈവറായി താൽക്കാലിക ഒരു നിയമനം നൽകിയിട്ടുണ്ട്. അതുവരെ ഇത് ക്ലേശം സഹിക്കുകയായിരുന്നു. അപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്ന് പറയുന്നവർ തൊഴിലാളികളുടെ തൊഴിലും ജീവിതവും നശിപ്പിക്കുന്നതിനെന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ളതിനും മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇത് തന്നെയല്ലേ സാർ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അതായത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി പ്രമുഖരിൽ ഒരു മണ്ണാങ്കട്ടിയില്ല. അദ്ദേഹത്തിന് കിട്ടുന്നതൊക്കെ അടിച്ചെടുക്കണം. അദ്ദേഹം പാർട്ടിയെ ഉപയോഗിച്ചത്, പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ചത് തൻ്റെ കാര്യലാഭത്തിന് വേണ്ടി മാത്രമാണ്. തൊഴിലാളികളുടെ സ്നേഹത്തിന്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒന്ന് ചെയ്തതായി കാണിച്ചിടാൻ പറ്റുമോ? ആശാസ വർക്കന്മാരുടെ സമരം നമ്മൾ കണ്ടതല്ലേ? തിരുവനന്തപുരത്ത് ആ മഴയും വെയിലും കൊണ്ട് പാവങ്ങൾ സമരം നടത്തുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ പിണറായി വിജയൻ? എന്നിട്ട് ഇളമരം കരീമിനെ കൊണ്ടൊക്കെ പ്രസ്താവന ഇറക്കി അവരെ പരിഹസിക്കുകയല്ലേ ചെയ്തിരുന്നത്? അപ്പോൾ CPM-ലെ നേതാക്കന്മാരൊക്കെ ബൂർഷ മുതലാളിമാരായി മാറി. അവർക്ക് കോടാനുകോടി രൂപയുടെ സമ്പാദ്യമുണ്ട്. എന്നിട്ടും പാവപ്പെട്ട തൊഴിലാളികളോട് സാമാന്യ മര്യാദ പോലും കാണിക്കാത്ത ഭീകരരായ ആളുകളായി മാറിയിരിക്കുന്നു പിണറായി വിജയനും സംഘവും എന്നുള്ളത് തെളിയിക്കുന്നതാണ്. ഈ പാവപ്പെട്ട തൊഴിലാളിയുടെ മേൽ അവരുണ്ടാക്കിയ നാശനഷ്ടം, അതേപോലെ അത് പരിഹരിക്കാതെ അദ്ദേഹം ഒരു പെയിൻറ്റിൻ്റെ പണിക്ക് പോകേണ്ട ഗതികേടും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് 100% അതിൻ്റെ തെളിവ് മാത്രമാണ്. ഇതുപോലെ എത്രയോ തെളിവുണ്ട്. എൻ്റെ ഓഫീസ് എന്തിനാണ് കത്തിച്ചത്? എൻ്റെ ഓഫീസ് കത്തിക്കാൻ കാരണം ഞാൻ വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോഴാണ്. വാർത്ത പ്രസിദ്ധീകരിച്ച് അവിടെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ആരാണ്? അദ്ദേഹത്തിൻ്റെ മരുമകനാണ്. ഞാൻ അവിടെ നിന്ന് ഡോക്യുമെൻ്റ് ഒക്കെ എടുത്തുകൊണ്ടാണ് അദ്ദേഹം നടത്തിയ അഴിമതിയുടെ. അദ്ദേഹത്തെക്കുറിച്ച് ആരും മിണ്ടാൻ പാടില്ല, അവിടെ ആക്രമണം നടത്തും. ഇതേപോലെ അദ്ദേഹത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടികൊള്ളുന്ന ആളുകൾ, ഇവരെ ഒന്നും പിണറായി വിജയൻ നോക്കില്ല. അത്രയും ഭീകരനായ ക്രൂരനായ ഒരു ആളാണ്, നേതാവായിരുന്നു, തട്ടിപ്പുകാരനായ നേതാവായിരുന്നു, അഴിമതിക്കാരനായ നേതാവായിരുന്നു പിണറായി വിജയൻ എന്ന് ഓരോ തെളിവുകളിലും ഓരോ സംഭവങ്ങളിലും തെളിയുകയാണ് ഈ സംഭവത്തിലൂടെ. അതിൻ്റെ അവസാനത്തെ രക്തസാക്ഷിയായി ഇപ്പോൾ ശ്യാംരാജിനെ കാലം വാഴ്ത്തിക്കും. ഇനിയിപ്പോൾ ശ്യാംരാജിനെതിരെ ഭീഷണിയായി മുന്നോട്ട് പോകുമോ ഈ വാർത്തയൊക്കെ പുറത്തു വന്നതിൻ്റെ പേരിൽ എന്നറിയില്ല. ഈ വാർത്ത പുറത്തു വന്നതിൻ്റെ പേരിൽ നാണക്കേടതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ ഈ 1,87,000 രൂപ കൊടുത്ത് കാറ് ശ്യാംരാജിന് തിരിച്ചു കൊടുക്കുമെന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം. അങ്ങനെയെങ്കിലും കൊടുക്കട്ടെ, നാണം കെട്ടിട്ടാണെങ്കിലും കൊടുക്കട്ടെ. നാണക്കേട് എന്ന് പറയുന്ന കാരണം പിണറായി വിജയനെ സംബന്ധിച്ചോട് ഇല്ലാത്തതാണ്. സ്വന്തം മകള് ലോകം മുഴുവൻ കണ്ടു നിൽക്കേ പോലീസുകാരുടെ മുന്നിലൂടെ, പത്രക്കാരുടെ മുന്നിലൂടെ, ക്യാമറ കണ്ണുകളുടെ മുന്നിലൂടെ തലയും താഴ്ത്തി മുഖത്ത് മാസ്ക് ഇട്ട് നടന്നിട്ടും ഒരു എളുപ്പമില്ലാതെ ആ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നത് കണ്ടില്ലേ? സാമാന്യ മര്യാദ രാജിവെച്ച് പുറത്തു പോകണ്ടേ? ആ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കണ്ടേ? അതൊന്നും പിണറായി വിജയനെ സംബന്ധിച്ചോളം പ്രശ്നമല്ല എന്നുള്ളതാണ് സത്യം.